ഒരു കല്യാണം കേരളീയർക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നു. നന്ദനം സിനിമയിലെ ബാലാമണിയുടെ ഗതിയാണ് അന്നേ ദിവസം കല്യാണത്തിനായി ഒരുങ്ങിയിരിക്കുന്ന പെൺകുട്ടികളുടേതെന്ന് പറയാതെ വയ്യ. കാത്തിരുന്ന് എത്തിയ കല്യാണം, അതും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച്. പക്ഷെ യോഗമില്ല അമ്മണിയെ, പായം അടക്കിക്കോളീൻ എന്ന് പറയുന്നത് പോലെയായി. യോഗമില്ല. സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്: മോദിജിയുടെ വരവും ഷിറ്റ് ഗോപിച്ചേട്ടന്റെ മകളുടെ കല്യാണവും. ഇതേപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ട്രോളുകളുടെ ഒരു പെരുമഴ തന്നെയാണെന്ന് പറയാം. കണ്ടതിൽ വെച്ച് കിണ്ണം കാച്ചിയ ഒരു ഐറ്റം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ ഒരു ഡയലോഗും കണ്ടു. പ്രശ്നവശാൽ പെണ്ണിന് മോദി ദോഷമുണ്ടത്രേ, നിശ്ചയിച്ച സമയത്ത് കെട്ട് നടക്കില്ലാത്രേ. എന്തായാലും ചൊവ്വാദോഷത്തെക്കാൾ കൊടും വിഷമേറിയ ദോഷമാണ് ഈ മോദി ദോഷം. പരിഹാരമില്ലേ തിരുമേനി എന്ന് ചോദിച്ചപ്പോൾ ബുധൻ ചൊവ്വയിൽ തട്ടി നിൽക്കുന്നത് കൊണ്ട് ഈ ദോഷത്തെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യണമെന്നായിരുന്നു മറുപടി. ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന വർഗീയതയ്ക്കും എല്ലാം ഒരു അറുതി വരുത്തുള്ളൂ എന്ന്. നാടിന് നാശം വിതയ്ക്കുന്ന ഒന്നിനെ പോലും വെച്ചു പൊറപ്പിക്കരുതെന്ന്. മോദിക്ക് പകരം പിണറായിയും ഷിറ്റ് ഗോപിച്ചേട്ടന് പകരം നമ്മുടെ ഗോവിന്ദൻ മാഷുമായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായേനെ? എന്തായാലും വ്യത്യസ്തമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് വായിക്കാം. MV ഗോവിന്ദൻ മാഷിനും PK ശ്യാമള ടീച്ചർക്കും ഒരു മകളുണ്ടെന്ന് സങ്കല്പിക്കുക. മകളുടെ വിവാഹം നാടറിഞ്ഞ് നടത്താൻ മാഷും ടീച്ചറും കുടുംബവും തീരുമാനിക്കുന്നു. വരന്റെ കുടുംബവും വധുവിന്റെ കുടുംബവും നാടടച്ച് കല്യാണവും ക്ഷണിക്കുന്നു. കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഒക്കെയായ ഒരു വലിയ പരിപാടിയായി വിവാഹം. ഗോവിന്ദൻ മാഷും ശ്യാമള ടീച്ചറും മകളുടെ കല്യാണം ഇഷ്ടദൈവമായ കണ്ണന്റെ നടയിൽ നിന്ന് തന്നെ വേണമെന്ന് തീരുമാനിക്കുന്നു. വരന്റെ വീട്ടുകാർക്കും അത് സമ്മതം. അങ്ങനെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്താൻ മുഹൂർത്തം കുറിക്കുന്നു. പാർട്ടി നേതാവായ മാഷുടെ മകളുടെ കല്യാണമല്ലേ, അപ്പൊ നിർബന്ധമായും പാർട്ടി നേതാക്കൾ കൂടി ഉണ്ടാകുമല്ലോ. സീതാറാം യെച്ചൂരിയും പ്രകാശ് കരാട്ടും ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു കല്യാണം. VVIPകൾ പങ്കെടുക്കുന്ന കല്യാണമായതിനാൽ അതേ ദിവസം മുൻകൂട്ടി മുഹൂർത്തം കുറിച്ച 25ഓളം കല്യാണങ്ങൾ സുരക്ഷാ കാരണത്താൽ എന്ന പേരിൽ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തുന്നതിനാൽ നേരത്തെ നിശ്ചയിച്ച കല്യാണങ്ങൾ മാറ്റിവെച്ചതിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തുന്നതിനാൽ നേരത്തെ നിശ്ചയിച്ച കല്യാണങ്ങൾ മാറ്റിവെച്ചതിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? സംശയം എന്ത്? പിണറായിയുടെ ധാർഷ്ട്യം കാരണം നിശ്ചയിച്ച കല്യാണം മാറ്റിവെക്കേണ്ടി വന്ന 25 വധുവരന്മാരുടെയും അവരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കണ്ണീർ മഴ കൊണ്ട് വാർത്താദിനങ്ങൾ നനയും. അന്ത്യചർച്ചയും പ്രഭാത ചർച്ചയും എഡിറ്റർ ചർച്ചയും പിണറായിക്കും CPM-നും എതിരെയുള്ള ആക്രോശങ്ങളും കൊണ്ട് നിറയും. MN കാരശ്ശേരിയും ജോയി മാത്യുവും ഹരീഷ് പേരടിയും ഉമേഷ് ബാബുവും ആസാദും ഒക്കെ പറയുന്ന വിടുവായുത്തരങ്ങൾ ഇടവിട്ട് കേൾക്കേണ്ടി വരും. സതീശനും സുധാകരനും തൊട്ട് സകലമാന കോൺഗ്രസുകാരും നിലവിളിക്കും. സുരേന്ദ്രനും മുരളീധരനും ഉൾപ്പെടെ സകല സംഘികളും ഉറഞ്ഞു തുള്ളും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊട്ടിത്തെറിച്ചു എന്ന് വാർത്ത വരും. പക്ഷെ ഗോവിന്ദൻ മാഷ്ക്ക് പകരം സുരേഷ് ഗോപിയും പിണറായിക്ക് പകരം മോദിയുമാണെങ്കിൽ ഗുരുവായൂരിൽ നിശ്ചയിച്ച കല്യാണങ്ങൾ മാറ്റിവെച്ചതിൽ ഒരാൾ പോലും അറിയാതിരിക്കാൻ മാപ്രകളും മേൽപ്പറഞ്ഞ ആൾക്കാരും അതീവ ജാഗ്രത പുലർത്തും. ഇതായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഈ ഒരു വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നില്ല, അന്ത്യചർച്ചയ്ക്ക് വെക്കുന്നില്ല. എന്നാൽ സർക്കാർ ജനങ്ങളുടെ നന്മയ്ക്കായി എന്തെങ്കിലും ചെയ്താൽ അതിനെ വിമർശിക്കാനും ബഹിഷ്കരിക്കാനും മാത്രമാണ് ഇവിടുത്തെ മറ്റു പാർട്ടികൾ നോക്കുന്നതും. ഇപ്പോൾ BJP-ക്കാർ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്കെതിരെ ഗർജിക്കാൻ ഒരു മാധ്യമങ്ങളെയും കാണുന്നില്ല എന്നതാണ് വാസ്തവവും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.